ബ്ലീച്ച് ചെയ്ത് ഒരുപാട് സ്ത്രീകൾക്ക് സ്കിന്നിൽ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാനാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. യൂട്യൂബ് കണ്ടിട്ടും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ കണ്ട് മനസ്സിലാക്കിയിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. എന്നിരുന്നാലും അവർക്ക് കൃത്യമായ ഒരു ചെയ്യുന്നതിനുള്ള ഒരു കൃത്യത ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇന്നിപ്പോ ഈ സ്കിന്ന് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്നത്. അത് എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നതിനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. എൻ്റെ പേര് ബിജി. ഞാൻ പറയുന്നത് ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ചു കേൾക്കുക. പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ പറയുമ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് ഒരു ഡാമേജും ഉണ്ടാവില്ല. നിങ്ങൾക്ക് തന്നെ ചെയ്യാം. പറയട്ടെ, അതായത് ബ്ലീച്ച് എടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിലെ ആദ്യം നമ്മുടെ സ്കിന്ന് ഏത് സ്കിന്നാണെന്ന് ശ്രദ്ധിക്കണം. ഓരോ എന്ത് കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിലും ഏത് സ്കിന്നാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം. ഡ്രൈ സ്കിന്നാണോ, ഓയിൽ സ്കിന്നാണോ, കോമ്പിനേഷൻ സ്കിന്നാണോ, പിഗ്മെന്റഡ് സ്കിന്നാണോ ഒക്കെ നമ്മൾ നോക്കണം. അപ്പൊ നമ്മൾ ഒരു പിമ്പിളുള്ള സ്കിന്നുകാരാണെങ്കിൽ അവരോട് പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബ്ലീച്ച് ഇടുമ്പോൾ ആ പിമ്പിളിന്റെ ഉള്ളിൽ ബ്ലീച്ച് പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ബേണിംഗ് സെൻസേഷൻ ആവും. അവിടെ പൊള്ളാനുള്ള സാധ്യത കൂടുതലാണ്. സെൻസിറ്റീവ് സ്കിന്നായിട്ടുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്കിന്നിൽ നമ്മൾ ആക്ടിവേറ്റ് ഇടുന്നത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും എന്തുണ്ടാവും? അവിടെ കലകളായിട്ട് മാറും. ആ ബ്ലീച്ച് ഇരുന്ന ഭാഗത്ത് കലകളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. നോർമൽ സ്കിന്നുകാരാണെങ്കിലും വളരെ ശ്രദ്ധിക്കുക. ഇടുന്ന സമയം, അതായത് നമ്മൾ ബ്ലീച്ച് ആപ്ലിക്കേഷൻ ചെയ്ത സമയം എത്രയാണെന്ന് നോക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ അതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുക. ആദ്യം തന്നെ പറഞ്ഞു തരാം. ഒരാൾ പറയുന്നത് ആവില്ല നമ്മുടെ സ്കിന്ന്, എന്റെ സ്കിന്ന് പോലെ ആവില്ല ഞാൻ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സ്കിന്നും ഞാൻ പറയുന്ന പോലെ ആവണമെന്നില്ല. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ സമയം കാര്യങ്ങളെല്ലാം കൃത്യനിഷ്ഠമായി നോക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ ബ്ലീച്ച് തിരഞ്ഞെടുക്കുക. ഹൈ ബ്ലീച്ചുകൾ നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുക. നമ്മുടെ സ്കിന്നിന് ഫേസ് ബ്ലീച്ച് എന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ടാവും. അത് നോക്കി വാങ്ങുക. അത് നോക്കി വാങ്ങിയതിനു ശേഷം നിങ്ങളുടെ സ്കിന്ന് നോക്കി അല്ലെ എല്ലാം നിങ്ങൾ മനസ്സിലാക്കി. എന്റെ സ്കിന്ന് ഓയിലി സ്കിന്നാണോ, ഡ്രൈ സ്കിന്നാണോ, അതിൽ പിമ്പിൾ ഉണ്ടോ, അതുപോലെ സെൻസിറ്റീവ് സ്കിന്നാണോ. ചില ആൾക്കാരുണ്ട് എന്ത് തൊട്ടാലും അലർജി ഉള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ ഈ ആക്ടിവേറ്ററും ബ്ലീച്ചൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ അവർ പറഞ്ഞ പ്രിപ്പറേഷനിൽ തന്നെ പ്രോഡക്റ്റ് എടുക്കാതെ നമ്മൾ കുറച്ച് എന്താ പറയാ കൂട്ടിയും കുറച്ച് നമുക്ക് സമയം കൂട്ടിയും കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ പ്രോഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതിന് പറയാനുള്ള കാരണം, ഒരിക്കലും പിമ്പിളുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കൂടുതൽ സമയം ബ്ലീച്ച് മുഖത്ത് വെക്കാൻ പാടില്ല. കാരണം അതിൽ ആക്ടിവേറ്റർ ഇരുന്നിട്ട് നമ്മുടെ സ്കിന്നിൽ പിമ്പിള് എന്താ പറയാ വേദന കൂടുതലുണ്ടാവും, പഴുക്കാൻ സാധ്യതയുണ്ട്, ഒരുപാട് സ്കിൻ ഡാമേജസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിലും 10 മിനിറ്റ് നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ 5 മുതൽ ഒരു 6 മിനിറ്റ് മാത്രമേ ഇടാൻ പാടുള്ളൂ. ഡ്രൈ സ്കിൻ ആണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീച്ച് ഉപയോഗിക്കാതിരിക്കുക. ഡ്രൈ സ്കിൻ ആണെങ്കിൽ ബ്ലീച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഡ്രൈ സ്കിൻ കൂടി നമ്മുടെ ഒരു ലെയർ എന്തായാലും പൊളിഞ്ഞു പോകുന്ന രീതിയിൽ പാച്ചസ് വരാൻ സാധ്യതയുണ്ട്. നോർമൽ സ്കിൻ ആണെങ്കിൽ നമ്മൾ ബ്ലീച്ച് ഉപയോഗിക്കുമ്പോൾ 10 to 15 മിനിറ്റ് 20 മിനിറ്റ് ആണ് നമ്മൾ അതിൽ എഴുതിയിട്ടുണ്ടാവുക. എന്നിരുന്നാലും 20 മിനിറ്റ് വേണ്ട, 10 to 15 മിനിറ്റ് നിങ്ങൾ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം. മോയ്സ്ചറൈസർ പരട്ടണം. ഇത്രയും പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ? അതിനോടൊപ്പം പറയുന്നു, വീട്ടിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലീച്ചിങ് ഏജന്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അരിപ്പൊടിയിൽ നന്നായിട്ട് പാല് മിക്സ് ചെയ്യാം. അതും അല്ലെങ്കിൽ നിങ്ങൾ പാൽപ്പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പാൽപ്പൊടിയും മഞ്ഞളും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ മുഖത്ത് ഇട്ട് കൊടുക്കുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് റബ്ബ് ചെയ്ത് നന്നായി വാഷ് ചെയ്ത് കളയുക. ഈ പാൽപ്പൊടിയും മഞ്ഞളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കോമ്പിനേഷൻ ആണ്. അത് നമ്മൾ ഒരു സൈഡ് എഫക്റ്റും ഇല്ല, ഒരു കെമിക്കലും ഇല്ലാത്ത ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയന്റ് ആണ് പാലും മഞ്ഞൾപ്പൊടിയും. അപ്പൊ നിങ്ങൾ അത് ഉപയോഗിച്ച് നോക്കൂ. നിങ്ങൾക്ക് സ്കിന്നിന് നല്ല സ്കിന്നായിട്ട് മാറും. നമ്മുടെ സ്കിന്നിലുള്ള ഹെയറിനെ മാറ്റാനാണ് നമ്മൾ പ്രധാനമായിട്ട് ബ്ലീച്ച് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ആക്ടിവേറ്റർ ആണ് പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ആക്ടിവേറ്റർ എടുക്കുമ്പോൾ നമ്മുടെ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ വളരെ കുറച്ച് മാത്രമേ ആക്ടിവേറ്റർ എടുക്കാൻ പാടുള്ളൂ. ക്രീം എടുക്കുന്നതിൽ 1 സ്പൂൺ ക്രീം ആണെങ്കിൽ 2 പിഞ്ച് എന്നാണ് അതിൽ പറയുന്നത്. ആ 2 പിഞ്ച് തന്നെ ആക്ടിവേറ്റർ ഇട്ടാൽ മതി. ആ ഇടുന്ന ആക്ടിവേറ്റർ കറക്റ്റ് ടൈം നോക്കുക. 10 to 15 മിനിറ്റ് ആണെങ്കിൽ നമ്മുടെ സ്കിൻ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഒരു 5 to 10 മിനിറ്റ് വെച്ചാൽ മതി. ഡ്രൈ സ്കിൻ ആണെങ്കിൽ 10 to 15 മിനിറ്റ് വെക്കാം. സമയത്തിന്റെ നമുക്ക് നോക്കി എടുക്കണം. കാരണം സ്കിന്നിൽ ഹെയർ കളർ ചേഞ്ച് ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാം. കുറച്ചധികം സമയം വെച്ച് നന്നായി വെളുക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സ്കിന്ന് യെല്ലോ ടോണായിരിക്കും മാറും, നന്നായിട്ട് വെളുത്തിരിക്കും. പക്ഷെ ആ സ്കിന്ന് ഫുള്ള് ഡാമേജ് ആയി. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല.
ഇനി അടുത്തതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ മാസത്തിലും നിങ്ങൾ ബ്ലീച്ച് ഇടാൻ പാടില്ല. അതായത് 3 മന്ത് കൂടുമ്പോൾ മാത്രം ബ്ലീച്ച് ഇട്ടാൽ മതി. അതേസമയം നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, എനിക്ക് പെട്ടെന്നൊന്ന് കളർ ചേഞ്ച് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലീച്ച് ആപ്ലിക്കേഷൻ ചെയ്യാം. പക്ഷെ എന്നിരുന്നാലും അത് പാക്ക് ചെയ്യണം എന്നുള്ള കാര്യം മറക്കരുത്. നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നിങ്ങൾ സ്കിന്ന് ഏത് ബ്ലീച്ച് എടുക്കായാലും അത് ടെസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. പലർക്കും ഒരു പ്രയാസമാണ് തടി കൂടി വരുന്ന ഒരു പ്രയാസം കാണുന്നുണ്ട്. ആ തടി കൂടി വരുന്നതിനെ കുറിച്ച് നിങ്ങൾ പല ഡയറ്റ് പ്ലാനുകളും ഇന്ന് നമ്മൾ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും നമ്മൾ ഓരോ ദിവസവും ഓരോ തരം ഡയറ്റ് പ്ലാനുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഡയറ്റ് പ്ലാൻ ചെയ്തത് അതുപോലെ തന്നെ നിലനിർത്തി 3 മാസമെങ്കിലും നമ്മളത് കണ്ടിന്യൂ ചെയ്താലാണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള വെയിറ്റിൽ നിന്ന് എത്രത്തോളം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നുള്ളത് കുറയ്ക്കാൻ പറ്റുള്ളൂ. എന്നിരുന്നാലും നിങ്ങളോട് പ്രത്യേകം പറയാണ്, ഡയറ്റ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുടെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ഷുഗർ, പ്രഷർ, തൈറോയിഡ്, ഒബിസിറ്റി അങ്ങനെ ഒരുപാട് രോഗങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ കറക്റ്റ് ആയിട്ട് അതിന്റെ ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്ടറെ മറ്റു കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ ഡയറ്റ് പ്ലാനിങ്ങിലേക്ക് കടക്കുക. ഇനി ഓരോരുത്തർ പറയുന്ന കേട്ടിട്ട് ഡയറ്റ് പ്ലാൻ ചെയ്താൽ ഒരു പറയും ചെറുനാരങ്ങ രാവിലെ ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞ് കുടിച്ചു കഴിഞ്ഞാൽ തടി കുറയുന്നതോടൊപ്പം എന്താ ഉണ്ടാവുക, ശരീരത്തിലെ ആസിഡിറ്റി കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതെന്തുണ്ടാവും, അടുത്തൊരു അസുഖത്തിന് നമ്മൾ തന്നെ വഴി വെച്ചു കൊടുക്കും. അതില്ലാത്ത രീതിയിൽ നിങ്ങൾ ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങളെ ബാധിക്കാത്ത രീതിയിൽ ഡയറ്റ് പ്ലാൻ ചെയ്യാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, ഞാൻ ഓരോ പറയുന്ന കാര്യങ്ങൾ 1 by 1 ആയിട്ട് വളരെ ശ്രദ്ധിക്കണം. കാരണം ഡയറ്റ് പ്ലാൻ ചെയ്തു നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ ഫാറ്റിനെയും നമ്മൾ പുറത്തേക്ക് തള്ളുന്നത് കൊണ്ടാണ് നമുക്ക് തടി കുറയുന്നത്. ഈ ഫാറ്റ് പുറത്തേക്ക് പോയി കൂടുതൽ നമ്മൾക്ക് ഓവറായിട്ട് ഫാറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. സ്കിന്നൊക്കെ ചുക്കി ചുളിഞ്ഞ് നമ്മുടെ ശരീരത്തിലുള്ള ഈ ഫാറ്റാണ് നമ്മളെന്നെ സൗന്ദര്യത്തിനായിട്ട് നിലനിർത്തുന്ന പ്രധാന ഘടകം. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് കിട്ടിയൊരു അറിവ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. നമ്മൾ ഡയറ്റ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞ ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാല് ഒരു 80 കിലോ ഉള്ള ആൾക്കാര് ഒരു 45-50 കിലോയിലേക്ക് വരെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് വളരെയധികം ചുരുങ്ങാൻ സാധ്യതയുണ്ട്. ചുരുങ്ങാൻ സാധ്യത ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രായം കൂടുതൽ തോന്നിക്കും. അപ്പോ ഒരു ഡയറ്റ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ എത്ര സമയം കൊണ്ട് നമ്മൾ ഡയറ്റ് കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മളുടെ വിചാരിച്ച വെയിറ്റിലേക്ക് എത്ര എന്നുള്ളത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഡയറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട്, നമ്മൾ ചില ആൾക്കാർ ഷുഗർ കുറയുന്നതിനായിട്ട് ഡയറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ രാവിലെ തുടങ്ങി ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നില്ല, ഡയറ്റാണ് എന്റെ ഷുഗർ കുറയണം. പക്ഷെ ഷുഗർ കുറയും, നമ്മളുടെ എന്തുണ്ടാവും, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ അളവ് വേറെ നമ്മുടെ ശരീരത്തിലൊന്നും ചെല്ലുന്നില്ല. അപ്പൊ ഓട്ടോമാറ്റിക് എന്തുണ്ട്, പാൻക്രിയാസ് പ്രവർത്തനം കൂടുമ്പോൾ അടുത്തൊരു അസുഖത്തിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ വളരെയധികം ശ്രദ്ധിച്ച് ഡയറ്റ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാര് വെള്ളം കുടിക്കണം. നന്നായിട്ട് വെള്ളം കുടിച്ചാൽ തന്നെ വലിയൊരു ഡയറ്റ് പ്ലാനിങ് ആണ്. നമ്മൾ പറയില്ലേ, വെള്ളം കുടിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ ആൾക്കാർക്ക് ചെറുപ്പം തുടങ്ങി തന്നെ വെള്ളം കുടിച്ച് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷെ നമ്മൾ 10 ദിവസം നമ്മൾ ഡയറ്റ് പ്ലാൻ ചെയ്ത് ഭയങ്കര ശ്രദ്ധയാണ് ഡയറ്റ് പ്ലാൻ ചെയ്യാനായിട്ട്. ഞാൻ ഈ 1 മാസം കൊണ്ട് ഇത്ര കിലോ കുറയ്ക്കും, നമ്മളൊന്നും കഴിക്കില്ല. അതേസമയം പെട്ടെന്നാവും നമ്മൾക്കൊരു കല്യാണം വിളിക്കുന്നത്. ആ കല്യാണത്തിന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കും, ഡയറ്റ് പ്ലാനിങ്ങിന്റെ കാര്യം മറന്നു. അപ്പൊ എന്തുണ്ടായി, ഇതുവരെ ചെയ്തതെല്ലാം ഡബിളായി മാറിക്കഴിഞ്ഞു. അപ്പോ നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരു തീരുമാനം എടുക്കണം, ഞാൻ ഡയറ്റ് പ്ലാനിങ്ങിനാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. പക്ഷെ കൂടുതലായിട്ട് നിങ്ങൾ രാവിലെ കഴിച്ചു, ഉച്ചയ്ക്ക് കഴിച്ചു, വൈകുന്നേരം കഴിച്ചു, അതൊന്നും ഒരു തെറ്റില്ല. അതിനൊക്കെ അളവ് കൺട്രോൾ ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ശരീരത്തിനുള്ള അസുഖങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കും. പിന്നെ ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങള്, വൈകുന്നേരത്തെ ഭക്ഷണം 7 മണിക്ക് കഴിക്കാൻ ശ്രമിക്കുക. നമ്മൾ ജോലിക്കാരാണ്, 7 മണിക്കൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. നമ്മൾ 7:30 8 മണിയാവും വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും അത് 9-9:30 നമ്മൾ ഭക്ഷണം കഴിക്കണം, നേരെ ബെഡിൽ കയറി കിടന്നുറങ്ങണം. അപ്പൊ നമ്മൾക്ക് എന്ത്, ഡൈജഷൻ സമയം കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് തടി കൂടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരു കാര്യം പറയാം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് ലഞ്ച് കഴിച്ചു, ഡിന്നർ കഴിച്ചു. നോ, ലഞ്ചിനേക്കാളും ഡിന്നറിനേക്കാളും പ്രധാനം ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, നിങ്ങൾ വെള്ളം മാത്രം കുടിച്ച് ഒരു രാത്രി വരെ കഴിക്കാം, ഒരു കുഴപ്പമില്ല. നമ്മൾ രാവിലെ കഴിക്കണില്ല, ഉച്ചയ്ക്ക് കഴിച്ചു, വൈകുന്നേരം വല്ല സാലാഡ്സ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ കഴിക്കാം.
പിന്നെ ഫുള്ളായിട്ട് നമ്മള് ഭക്ഷണം കഴിക്കാതിരുന്ന് എടുക്കുന്ന ഡയറ്റ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ആഫ്റ്റർ നിങ്ങൾക്കൊരു അസുഖം കാത്തിരിക്കുന്നുണ്ട്, അത് മറക്കരുത്. പ്രസവിച്ചു കഴിഞ്ഞ സ്ത്രീകള് വയറ് കുറയാനായിട്ട് രാവിലെ നമുക്ക് ഫുൾ ടൈം നമുക്ക് കമിഴ്ന്ന് കിടക്കാൻ പറ്റില്ല. രാവിലെ ഒരു 5 മണിക്ക് ശേഷം നമ്മൾ നന്നായിട്ട് കമിഴ്ന്ന് കിടക്കുക. നന്നായിട്ട് ബ്രീത്തിങ് എക്സസൈസ് ചെയ്താൽ തന്നെ സ്കിന്നിലേക്ക് വയറ് നന്നായിട്ട് അബ്സോർബ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഡയറ്റ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ വയറ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സസൈസ് ചെയ്താൽ നമുക്ക് വയറ് കുറയ്ക്കാം, പക്ഷെ എക്സസൈസ് ചെയ്ത് നിർത്തി കഴിഞ്ഞാലോ വീണ്ടും അതേ വയറ് തന്നെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എക്സസൈസ് ചെയ്യുന്നതോടൊപ്പം തന്നെ വയറ് കുറഞ്ഞു കൊണ്ടിരിക്കണമെങ്കിൽ വയറ് ടൈറ്റ് ആവാനുള്ള, മസിൽ ടൈറ്റ് ആവാനുള്ള ഒരുപാട് കാര്യങ്ങളും എക്സസൈസിൽ വരുന്നുണ്ട്. അതിന് ഏറ്റവും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കമിഴ്ന്ന് കിടക്കുക. ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾ, ഇപ്പൊ ഡെലിവറി കഴിഞ്ഞു ഒരു 3 വർഷം 4 വർഷം കഴിഞ്ഞ ആൾക്കാർ കമിഴ്ന്ന് കിടന്നാൽ പെട്ടെന്നൊന്നും നമുക്ക് വയറ് കുറയണമെന്നില്ല. അത് ഗ്രാജുവലി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കമിഴ്ന്ന് കിടക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോ ഞാൻ ഈ പറയുന്നത് ഇത് നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പരിചയക്കാർക്ക് ആരെങ്കിലും ഇങ്ങനെ ഒരു ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവരോട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം കേട്ടു, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ പറഞ്ഞിട്ട് അവര് ഒരു ഡെലിവറി കഴിഞ്ഞ് നമുക്ക് ആ വേദനയൊക്കെ കുറഞ്ഞ സമയത്ത് കമിഴ്ന്ന് കിടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരുടെ വയറ് കുറേ നമുക്ക് കാണുന്ന ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെക്കാളും ഒരുപാട് മാറ്റം ഇനി അടുത്ത ജനറേഷനിലും പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഡയറ്റ്, പിന്നെ ഒരു പറയാൻ മറന്നൊരു കാര്യം, നമുക്ക് വയറ് ചാടുന്ന സ്ത്രീകളുടെ പ്രത്യേകം ശ്രദ്ധിച്ചോ, അവർക്ക് ഇന്റേണൽ ഓർഗൻസിന് അതായത് നമുക്ക് ബാത്റൂം പോക്ക്, അതായത് വിസർജനമൊക്കെ നടത്തില്ലേ, ബാത്റൂം പോക്കൊക്കെ നമുക്ക് വളരെയധികം കൂടുതൽ അത്യാവശ്യമാണ്. അങ്ങനെ നമ്മുടെ വയറിലെ സ്റ്റൂൾസ് കെട്ടി കിടന്നിട്ടായാലും ഈ ഇങ്ങനെ ഒരു വയറിന് എന്താ പറയാ വീർത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതായത് കൊണ്ട് നമ്മൾ രാവിലത്തെ എന്താ പറയാ പ്രഭാത ക്രിയകളൊക്കെ കൃത്യമാണോ എന്നും കൂടെ നോക്കുക. അതുപോലെ യൂറിൻ നന്നായിട്ട് പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. യൂറിൻ പോകുന്നില്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. രാവിലെ ഒരു കുപ്പി വെള്ളത്തില്, അതായത് നമ്മള് ജ്യൂസിന്റെ കുപ്പിയൊക്കെ ഉണ്ടല്ലോ, ഒരു 2 ലിറ്ററിന്റെ കുപ്പി വെള്ളത്തിൽ നിറച്ച് വെക്കുക. അതില് 1 സ്പൂൺ ഉലുവ അല്ലെങ്കിൽ 2 സ്പൂൺ ഉലുവ അതിലിട്ട് വെച്ചിട്ട് രാവിലെ മുതൽ വൈകുന്നേരം, അത് മാത്രം നമ്മൾ കുടിക്കാൻ ശ്രമിക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ഉലുവ ഇട്ടിട്ടുള്ള വെള്ളം, നിങ്ങൾ വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. ഉലുവ ഇട്ടുള്ള വെള്ളം ഈ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഈ 2 ലിറ്റർ വെള്ളം കുടിച്ച് തീർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായി യൂറിനേറ്റ് ആയിട്ട് പോകും. അതിലും കൂടെ കുറെ ഫാറ്റ് നിങ്ങൾക്ക് പോകാൻ സാധ്യതയുണ്ട്. ഒരു 3 മാസം ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങളുടെ വയറും ശരീരഘടനയൊക്കെ നല്ലോണം മാറ്റും. നല്ലൊരു ഐഡിയൽ ഷേപ്പിലേക്ക് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇതൊരു റെമഡി ആയിട്ട് തോന്നണില്ലേ? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെയാണ്. ചില ആൾക്കാർക്ക് പാരമ്പര്യമായിട്ട് തന്നെ ഈ തടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതിന് നമ്മൾ എത്ര ട്രൈ ചെയ്താലും പറയും പറ്റില്ല എന്ന്. എത്ര ആനയെ തൊഴുത്തിൽ കെട്ടിയ മെലിയോ അങ്ങനെയൊക്കെ ചോദിക്കില്ലേ പണ്ടത്തെ പഴഞ്ചൊല്ലി. അതുപോലെ തന്നെ നമ്മൾ പാരമ്പര്യമായിട്ട് തടി വെച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് അതിനെ പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റില്ല. എന്നിരുന്നാലും അവർ ട്രൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറയ്ക്കാൻ സാധിക്കും. പക്ഷെ ഡയറ്റ് ഒക്കെ പ്ലാൻ ചെയ്തെടുക്കുന്ന ആൾക്കാര് വളരെയധികം ശ്രദ്ധിക്കണം. അടുത്തൊരു അസുഖത്തിന് നിങ്ങൾ അടിമപ്പെടാതെ മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. വയറ് കുറയാനായിട്ട് പറഞ്ഞ റെമഡി മനസ്സിലായോ? വെള്ളത്തില് ഉലുവിട്ട് വെക്കുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ വെള്ളം മാത്രം കുടിക്കുക. 3 മാസം ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും.